जय श्री राम, जय गौ माता। गंगा जी में बाल्टी अभी तेरी तेरे बोला था तुम लोग समझा दी, गंगा जी में कपड़े नहीं धोने। यहीं पे लोग तुम लोग मांस मच्छी का सेवन करते हो, यहीं पे झुकी झोपड़ी लगा के तुम लोग चोरी उठाई के सारा काम करते हो तुम। तेरे मना करा ना। ഓ പിന്നെ ആ പുള്ളിക്കാരത്തിയുടെ 2 തുണി കഴുകി കഴിഞ്ഞ് ഇവൻ്റെയൊക്കെ പുണ്യപവിത്രമായിട്ടുള്ള ഗംഗ അങ്ങ് വിഷലിപ്തമാവാൻ പോവല്ലേ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളവൻ ജട്ടി കഴുകിയിട്ടാണ് കയറി വരുന്നത്. അതിന് അവന് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ മുസ്ലിം ആണല്ലോ, അപ്പോൾ മുസ്ലിങ്ങളുടെ തുണി അങ്ങനെ ഞങ്ങളുടെ ഗംഗയിൽ കഴുകണ്ട. അവനൊക്കെ കുണ്ടി കഴുകാനും തൂറി നിറയ്ക്കാനുള്ളതാണ് ഗംഗ. അവിടെ പോയിട്ട് തുണിയൊന്നും കഴുകാൻ പാടില്ല. അതൊക്കെ ഭയങ്കര വൃത്തിയുടെ കാര്യം. ഈ മതത്തിൻ്റെ പേരിൽ ഈ നദിയും പുഴയും മലയൊക്കെ നിൻ്റെയൊക്കെ സ്വന്തമാണെന്നുള്ളത് ആരാണ് അതിനോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തം ആൾക്കാരെയൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് തോന്നിയ ദിവസം കാണിച്ചാലും ആരും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ മരിക്കുന്ന കാലം വരെയെങ്കിലും കേരളത്തിൽ യുവമാരുടെ ഈ പരിപാടികളൊന്നും നടക്കാതിരിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ആ ഗംഗയുടെ കളറൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൽപ്പായസം പോലെ ഇരിക്കണം. അത്രയും ശുദ്ധമായിട്ടുള്ള ഗംഗയിൽ തുണി കഴുകിയ ന്യായമയ്ക്ക് എന്തെങ്കിലും അവാർഡ് അങ്ങോട്ട് വിളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കുളിക്കും നനയ്ക്കും ചെയ്യുന്നവന്മാരെ ഈ നോർത്തിലുള്ളവന്മാർക്ക് കണ്ടുകൂടല്ലോ. ഇവൻ്റെയൊക്കെ വൃത്തി നമ്മളെല്ലാവരും കാണുന്നതാണ്. നോർത്തിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിൽ കയറിയാൽ മതി, അപ്പോൾ മനസ്സിലാവും വൃത്തി എന്താണെന്നുള്ളത്. എല്ലാ തേങ്ങയിലും കൊണ്ട് അങ്ങ് മതം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മെഴുകുക.